ഹലോ ഗൈസ്, അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്തായാലും കുറച്ച് ഗ്യാപ്പ് ഇട്ടില്ല വീഡിയോ ചെയ്യാൻ. കുറച്ച് നമ്മുടെ ചില സാഹചര്യങ്ങൾ കാരണം നമുക്ക് വീഡിയോ അധികം ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന സപ്പോർട്ട് നമുക്ക് ഇപ്പോഴും വേണം. കാരണം നിങ്ങളാണ് നമുക്കെല്ലാം. വ്യൂവേഴ്സ് ഇല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബർ ഇല്ല. അപ്പോൾ എല്ലാവരും മുന്നേ കട്ട സപ്പോർട്ട് തന്ന പോലെ തന്നെ ഇപ്പോഴും തരണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞാൽ ഒരു ഗ്രേപ്പ് വൈനാണ്, മുന്തിരി വൈൻ ഉണ്ടാക്കുകയാണ്. ക്രിസ്മസൊക്കെ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കണം. എന്താ എങ്ങടാ വെച്ചാൽ മുന്തിരി വാങ്ങിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുന്തിരി തേടിയുള്ള ഒരു യാത്രയാണ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ചാനലാരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിതപ്പോൾ നേരെ മുന്തിരി അടിക്ക് എത്തിയത്. നമ്മളിപ്പോൾ 1.5 കിലോ മുന്തിരിയാണ് എടുക്കണേ. ഇതിപ്പോൾ നമ്മൾ വടക്കാഞ്ചേരി ഷോപ്പിൽ നിന്നാണ്. ഇവിടെ ഏറ്റവും നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടുന്ന ഷോപ്പാണ്. അതാണ് നമ്മൾ ഇവിടെ വന്നിട്ട് മേടിക്കണേ. അപ്പോൾ ചേട്ടൻ നമുക്കുള്ള മുന്തിരിയൊക്കെ എടുത്ത് തരുന്നുണ്ട്. പിന്നെ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. എങ്ങനെ മേക്കിംഗ് വീഡിയോയ്ക്ക് നമുക്ക് നേരെ പോവാം. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ വൈന് വേണ്ട എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് നമ്മൾ ഇപ്പോൾ വീട്ടിലെത്തി. നമ്മളിപ്പോൾ എല്ലാം അതിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേറെ പണിയൊന്നും ചെയ്യില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ വൈനിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മേടിച്ചേക്കുന്നത് വൈൻ ഉണ്ടാക്കാൻ പറ്റിയ മുന്തിരിയാണ്. നമ്മൾ ജ്യൂസ് മുന്തിരി എന്നൊക്കെ പറയുന്നത്. ഒരു 1.5 കിലോ ജ്യൂസ് മുന്തിരി നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഏകദേശം ഒരു 1.25 കിലോ പഞ്ചസാര. പിന്നെ നമുക്ക് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെയാണ്. ഒരു നല്ല സ്മെല്ല് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കൊന്ന് വേണ്ടത് അതേ കുറച്ച് ഈസ്റ്റാണ്. ഇത്ര കൊണ്ടൊന്നും ഇടണ്ട, ഇതിൻ്റെ പകുതി ഈസ്റ്റ് നമുക്ക് ഇടണം. പിന്നെ നമുക്ക് കുറച്ച് എന്താ പറയുക ഗോതമ്പ്, ഇതേപോലെ ഒരു പിടി ഗോതമ്പ് ഇതേപോലെ ഒരു കിഴി കെട്ടിയിട്ട് ആണ് അതിലിടാൻ. ഇതൊക്കെ അതിൻ്റെ ഏറ്റവും മസ്റ്റായിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊന്നും എന്താ പറയുക ഒഴിവാക്കരുത് വൈൻ ഉണ്ടാക്കുമ്പോൾ. പിന്നെ നമുക്ക് ഏറ്റവും മെയിൻ ഇതെന്ന് പറഞ്ഞാൽ എന്താ ഒരു നല്ലൊരു ഭരണി വേണം. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഭരണിയില്ലാണ്ട് കൂട്ടുകാരൻ്റെ അടുത്ത് പോയി എടുത്താണ് നമ്മുടെ ക്യാമറമാൻ. അപ്പോൾ നമ്മൾ ഭരണി എന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് ഒരു തരി നനവ് പോലെ ഉണ്ടാവരുത്. നനവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സീനാണ്, വൈന് നേരം പോലെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ ഇതുപോലെ ഏകദേശം ഒരു മീഡിയം വലുപ്പമുള്ള നമുക്കൊരു ഭരണി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്തിരി നല്ലപോലെ കഴുകിയിട്ട് അത് നല്ലപോലെ നനവില്ലാണ്ട് തുടച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ട കുറച്ച് വെള്ളം വേണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ നല്ലപോലെ തിളപ്പിച്ചിട്ട് തീരെ തണുത്ത വെള്ളമാണ് വേണ്ടത്. അതായത് നോർമൽ വാട്ടർ എടുക്കരുത്. സാധാ വെള്ളം നമ്മൾ തിളപ്പിച്ചിട്ട് അത് ആറിയിട്ടുള്ളതാണ് നമുക്കിതിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കിത് എവിടെ നിന്നാണ്. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ മമ്മി ക്രിസ്ത്യൻസാണ്. അപ്പോൾ അവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ വൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലല്ലേ. അപ്പോൾ മമ്മി പറഞ്ഞു തന്ന ഒരു ഐറ്റാണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ വെയിറ്റ് ചെയ്യണ്ട അല്ലേ, ഇനിയിപ്പോൾ എങ്ങനെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പിടി മുന്തിരി നമുക്ക് നമ്മുടെ ഭരണിക്ക് ഇട്ട് കൊടുക്കാം. ഈ ഭരണിക്ക് ഫുള്ള് വേണ്ട അത്ര മുന്തിരി ഉണ്ടാവുമെന്ന് തോന്നണില്ല. പിന്നെ നമുക്ക് കുറച്ച് ഷുഗർ, അത് എന്താ പറയുക അത് മൂടി കിടക്കണം. നമ്മൾ ഷുഗർ കുറച്ച് കൂടുതലിടുന്നുണ്ട്. കാരണം നമുക്ക് പിള്ളേരൊക്കെ പറഞ്ഞു കൂട്ടുകാരന്മാരെല്ലാവരും കൂടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കണേ. അപ്പോൾ എല്ലാവർക്കും സ്വീറ്റ്നെസ് കുറച്ച് കൂടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷുഗർ കുറച്ച് കൂടുതൽ വരുന്നത്. പിന്നെ നമുക്കിനി ഏകദേശം നമ്മളതൊന്ന് കണ്ടോ. അപ്പോൾ നമ്മൾ ആ ഗ്രേപ്പിനെ മൂടിയിട്ടാണ് ഇതിപ്പോൾ കിടക്കണ ഷുഗർ. അതേപോലെ വേണം നമ്മൾ ഷുഗർ ഇടാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിലെ അടുത്ത ലെയർ ഗ്രേപ്പ് ഇടണം. അങ്ങനെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യണം. ഗ്രേപ്പ് ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഇതായി ഷുഗർ.
ഇല്ലേ നമ്മളിതിപ്പോൾ ഷുഗറും ഗ്രേപ്പൊക്കെ കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പറഞ്ഞ പോലെ കുറച്ച് ഗോതമ്പ് നമ്മളിതേപോലെ ഒരു കിഴിയൊക്കെ കെട്ടിയിട്ട് ഉണ്ട്, ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് സ്പൈസസ് ആണ്. പട്ട ഉണ്ടോ, അത് നല്ല മണം, ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഏലക്ക വേണ്ടോ, ഏലക്ക കിട്ടാൻ നല്ല സ്മെല്ല് കിട്ടും എന്നാണ് പറയണേ. ഗ്രാമ്പൊക്കെ അടിപൊളിയാണ്. ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കണം. അതായത് നല്ല ആറിയ വെള്ളം നമ്മളിത് എന്താ പറയുക, മുങ്ങി കിടക്കാനുള്ള ഗ്രേപ്പും ഇതൊക്കെ കൂടി മുങ്ങി കിടക്കാനുള്ള ഭാഗത്തിൽ ഒഴിക്കുക. ഇത് നമുക്ക് എല്ലായിടത്തേക്കും എത്തണില്ല. ഓക്കെ ഓക്കെ അല്ലടാ ഉള്ളു. ഇത്രയും മതി. വെള്ളം നമ്മൾ ഓവറായിട്ട് ഒഴിക്കരുത്. ഇനി നമുക്ക് ഇതാ മെയിൻ ഈസ്റ്റ് കുറച്ചിട്ട് കൊടുക്കണം. ഇത്ര മതി. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതിലിടേണ്ട എല്ലാ സാധനങ്ങളും ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഫൈനലായിട്ട് ഇതൊന്ന് കണ്ടോ, അപ്പോൾ കണ്ടോ, ഇതാണ് ഇപ്പോൾ ഏറ്റവും ഇതുള്ള എന്താ, ഇത്രയും ഐറ്റംസ് മതി നമുക്ക് ചെയ്യാം. ഇനി നമ്മളിത് ഒരു 21 ദിവസം, അതായത് 21 ഡേയ്സ് നമ്മളിത് കെട്ടിയിട്ട് ഇരുട്ട് റൂമിലെടുത്ത് വയ്ക്കണം. അപ്പോൾ നമ്മളെ വൈൻ ഉണ്ടാക്കണം പാർട്ട് 1 നമ്മൾ ഏകദേശം ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളിത് ഒരു 21 ദിവസം നമ്മളിപ്പോൾ അത് ഒരു എയറും ഒന്നും കിടക്കാത്ത ഒരു വെളിച്ചം തട്ടാത്ത ഇരുട്ട് ഭാഗത്ത് കൊണ്ടായിട്ട് നമ്മളത് സൂക്ഷിച്ച് വയ്ക്കണം. 21 ദിവസമാണ് ഇതിൻ്റെ ഉള്ളിലത്തെ എന്താ പറയുക ബാക്കി പ്രക്രിയകളൊക്കെ നടക്കാൻ പോണത്. അപ്പോൾ 21 ദിവസം കഴിഞ്ഞിട്ട് നമ്മളത് ഓപ്പൺ ആക്കിയിട്ട് പിന്നെ കുറച്ച് പരിപാടിയുണ്ട്, അത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ആരും ഇപ്പോൾ നമ്മൾ വൈൻ ഉണ്ടാക്കിയ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ കാണണം കേട്ടോ.